ശാപമുണ്ട് എന്ന് പറഞ്ഞ വിഷയത്തെ പേടിക്കണം. ആണ് പെൺവേഷം കെട്ടുകയും പെൺ ആൺവേഷം കെട്ടുകയും ചെയ്യുന്ന ലഅനത്തുള്ള വിഷയമാണ്. 8ിലല്ലേ എന്റെ മകൾ, 9ിലല്ലേ എന്റെ മകൾ, 10ിലല്ലേ, പ്രായപൂർത്തിയൊന്നും എത്തിയിട്ടില്ലല്ലോ, ഡിഗ്രിയിലൊന്നും ആയിട്ടില്ലല്ലോ, ഇപ്പൊ 6ിലല്ലേ 7ിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ആണിന്റെ ജീൻസും ടീഷർട്ടും വാങ്ങിക്കൊടുത്ത് മുന്നോട്ട് എന്റെ മകളെ കൊണ്ടുപോകുന്നവർ ഓർക്കണം, ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണിന് പടച്ചവന്റെ ശാപമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ എനിക്കത് വേണ്ടെന്ന് തീരുമാനിക്കണം. ആൺകുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ, 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 2 വയസ്സല്ലേ, ഓടി നടക്കുന്ന പ്രായല്ലേ, അതുകൊണ്ട് കാണാൻ നല്ല രസമല്ലേ എന്ന് വിചാരിച്ച് ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന നിലയ്ക്ക് സ്വർണം കെട്ടിക്കൊടുക്കാൻ നമ്മുടെ മനസ്സ് പിശാച് പറയുമ്പോ വേണ്ട, എനിക്കത് വേണ്ട. പ്രവാചകൻ പുരുഷനായി ജനിച്ചവർക്ക് സ്വർണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ എന്റെ റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ ഓരോ വീട്ടിലെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും സാധിക്കണം. ചെറിയ കാര്യമാണത്, ചെറിയ കാര്യം. ഫോട്ടോ നിങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ വാപ്പ 35ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. ഞങ്ങൾക്കേറെ സഹായം ചെയ്യാൻ, ഞങ്ങളൊരു വലിപ്പത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വിട്ടുപോയ ഞങ്ങളുടെ പ്രിയങ്കരനായ പിതാവ്, ആകെയുള്ളൊരു മകള്, ആകെയുള്ളൊരു മകന്, ആകെയുള്ളൊരു അനുജൻ, ആകെയുള്ളൊരു ചേട്ടൻ, ഇങ്ങനെയൊക്കെ മരണം സംഭവിച്ചിട്ടുണ്ടാകാം. അവിടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അലമാരയിൽ സൂക്ഷിക്കരുത്, ചുമരിൽ നിങ്ങൾ ഒരിക്കലും പതിപ്പിച്ചു വെക്കരുത്. പാടില്ലെന്ന് റസൂല് പറഞ്ഞതാണെങ്കിൽ അത് മാറ്റാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പട്ടിയെ വളർത്തേണ്ടി വന്നാൽ അതൊരിക്കലും നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കയറ്റരുത്. ചിത്രങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിൽ പ്രദർശിപ്പിക്കരുത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നില്ല, കുറെ വൈകിയാണ് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകളൊക്കെ ചുമക്കാൻ തുടങ്ങി. പ്രവാചകന് വല്ലാത്ത പ്രയാസമുണ്ടായി. ആയിഷ ബീവിയോട് പറഞ്ഞു, എന്താണ് തകരാറ് നമ്മുടെ വീട്ടില്? അങ്ങനെ പരിശോധിച്ചപ്പോൾ കട്ടിലിന് ചുവട്ടിൽ ഒരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടിയെ വലിച്ച് പുറത്തേക്കിട്ടപ്പോ ജിബ്രീൽ വന്നു. ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് വൈകിയത്? ഇന്നാ ലാ നദ്ഖുലു ബൈത, ഞങ്ങളൊരു വീട്ടിൽ പ്രവേശിക്കുകയില്ല. ആ വീട്ടിൽ പട്ടിയുണ്ടെങ്കിൽ, ആ വീട്ടിനുള്ളിൽ പട്ടികളുണ്ടെങ്കിൽ, ആ വീട്ടിനുള്ളിൽ പ്രിയപ്പെട്ടവരെ ചിത്രങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്തവരാണ് എന്ന് അല്ലാഹ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവേശിക്കാതിരുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആർക്ക് പറഞ്ഞു കൊടുക്കണേ? ദാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തിനാ കല്യാണ ദിവസത്തിന്റെ പേരും പറഞ്ഞ് തലേ ദിവസവും കല്യാണ ദിവസവും ക്യാമറക്കാർ അടുക്കളയിലൂടെ, ബെഡ്റൂമിലൂടെ, കിച്ചണിലൂടെ, ഡൈനിങ് ഹാളിലൂടെ, സിറ്റ് ഔട്ടിലൂടെ കയറി ഇറങ്ങി ആകമാനം ചിത്രങ്ങൾ എല്ലാം വീഡിയോയിൽ പകർത്തി? ഈ ഒരു സ്വഭാവം എന്തിന്? ആലോചിക്കണം, സർവ്വ മുസ്ലിങ്ങളും ആലോചിക്കണം. ഇതൊക്കെ നമുക്ക് വേണ്ടതാണോ? ഏത് നമുക്ക് വേണം? അല്ലാഹ് ഇഷ്ടപ്പെടുന്നതേത്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തതേത്? കേവലം 50 മിനിറ്റിനുള്ളിൽ പ്രിയപ്പെട്ടവരെ ഞാൻ വിചാരിച്ച പോയിന്റുകളിലൂടെ കടന്നു പോകണമെന്ന് വിചാരിച്ച് ധൃതിപ്പെട്ട് ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. പടച്ചവന്റെ തൃപ്തിയുള്ളതേത്, തൃപ്തിയില്ലാത്തതേത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.